ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് CPC എക്സാമിന് ചോദിക്കുന്ന കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ് ടു 20 ക്വസ്റ്റ്യൻസ് പാർട്ട് 1 ആൻഡ് 2 സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആൻഡ് ദിസ് ഈസ് ദി പാർട്ട് 3. Question number 21. What form is used to submit a provider's charge to the insurance carrier? Option A, protected health information. Option B, advance beneficiary notice. Option C, advancement benefit notification. Option D, provider reimbursement form. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ടൈപ്പ് ഓഫ് ഫോമാണ് ഒരു പ്രൊവൈഡറിൻ്റെ ചാർജ് ഇൻഷുറൻസ് കാരിയർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ ആരാണോ സർവീസ് പ്രൊവൈഡ് ചെയ്തത്, മെയിൻലി ഡോക്ടേഴ്സ്, ഒരു ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ, അവരുടെ സർവീസിനുള്ള പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കാരിയേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്ന ഫോം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ആണ്, PHI. PHI എന്ന് പറയുന്നത് ചാർജസിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസിറ്റീവ് പേഷ്യൻ്റ് ഡേറ്റ ആണ്, പേഷ്യൻറ്റിൻ്റെ ഡേറ്റയാണ്. അത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡേറ്റയാണ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, അഡ്വാൻസ്ഡ് ബെനിഫിഷ്യറി നോട്ടീസ് ആണ്, ABN എന്ന് പറയും. ദിസ് ഈസ് എ ഫോം പ്രൊവൈഡഡ് ടു മെഡിക്കെയർ ബെനിഫിഷ്യറീസ് ബിഫോർ റിസീവിങ് സർട്ടൻ സർവീസസ് ആണ്. അതായത് ഇത് പേഷ്യൻറ്റിൻ്റെ ഒരു സർവീസിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ചാർജസൊക്കെ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സർവീസസ് ഒന്നും ഈ പറയുന്ന സർവീസിൽ ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ട് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉള്ളത് പേഷ്യൻറ്റിന് ഓൾറെഡി ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഒരു നോട്ടീസാണ് അഡ്വാൻസ് ബെനിഫിഷ്യറി നോട്ടീസ്. ഇനി ഓപ്ഷൻ സിയിൽ പറയുന്ന അഡ്വാൻസ്മെൻറ്റ് ബെനിഫിറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടേം അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനൊന്നും ഹെൽത്ത് കെയർ ബില്ലിങ്ങിലില്ല. അത് ഈ അഡ്വാൻസ് ബെനിഫിഷ്യറി നോട്ടീസിന് നമുക്കൊന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഓപ്ഷൻ സിയിലുള്ളത്. അങ്ങനെ ഒരു സർട്ടൺ ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ഫോമൊന്നും ഹെൽത്ത് കെയർ ബില്ലിങ്ങിൽ അവൈലബിൾ അല്ല, അഡ്വാൻസ്മെൻറ്റ് ബെനിഫിറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇനി ഓപ്ഷൻ ഡി, പ്രൊവൈഡർ റീഇംബേഴ്സ്മെൻറ്റ് ഫോമാണ്. ഇതിലാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഒരു ചാർജസ്, പ്രൊവൈഡറിൻ്റെ ചാർജസ് ഇൻഷുറൻസ് കാരിയേഴ്സിന് സബ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡർ റീഇംബേഴ്സ്മെൻറ്റ് ഫോം, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പ്രൊവൈഡറിനുള്ള പേയ്മെൻറ്റ് റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫോമാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രൊവൈഡർ റീഇംബേഴ്സ്മെൻറ്റ് ഫോം. Next question number 22. Which act was established to define and regulate meaningful use related to electronic medical record standards? Option A, Health Insurance Portability and Accountability Act. Option B, Health Information Technology for Economic and Clinical Health Act. Option C, Recovery Audit Contractor Act. And option D, Balanced Budget Act. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിൻ്റെ ഒരു സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ടും അതുപോലെ മീനിങ് ആയിട്ടുള്ള യൂസിനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ഏതാണ് എന്നാണ്. സോ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ, ഹിപ്പ ആണ്. ഹിപ്പ എന്ന് പറയുന്നത് ഇസ് എ ലോ ആണ് that primarily protects patient privacy and secure protected health information ആണ്. പേഷ്യൻറ്റിൻ്റെ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷനെ സെക്യൂർ ആയിട്ടും പ്രൈവറ്റ് ആയിട്ടും കീപ്പ് ചെയ്യാനുള്ള ഒരു ലോയാണ് ഹിപ്പ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ എക്കണോമിക് ആൻഡ് ക്ലിനിക്കൽ ഹെൽത്ത് ആക്ട്, ഹൈടെക് ആണ്. ഇത് 2009 enacted ആയിട്ടുള്ള ഒരു ആക്ടാണ്, വിച്ച് ഇസ് ദി കറക്റ്റ് ആക്ട് റിലേറ്റഡ് ടു ഡിഫൈനിങ് ആൻഡ് റെഗുലേറ്റിംഗ് മീനിങ്ഫുൾ യൂസ് ഓഫ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പോൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള എന്താണ് ആ ഒരു സ്റ്റാൻഡേർഡിനെ റിലേറ്റ് ചെയ്തിട്ട് റെഗുലേഷനും മീനിങ്ഫുൾ യൂസും ഒക്കെ വരുന്നത് ഹൈടെക് ആക്ടിൻ്റെ അണ്ടറിലാണ്. ഇനി ഓപ്ഷൻ സി, റിക്കവറി ഓഡിറ്റ് കോൺട്രാക്ടർ ആണ്. ഇത് മെയിനായിട്ടും എസ്റ്റാബ്ലിഷ്ഡ് ടു ഐഡൻറ്റിഫൈ ആൻഡ് റിക്കവർ ഇംപ്രോപ്പർ പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ മെഡിക്കെയർ ടു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ്. അപ്പം ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ കേസിലൊക്കെ ഏതെങ്കിലും ഇംപ്രോപ്പർ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും റിക്കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് റിക്കവറി ഓഡിറ്റ് കോൺട്രാക്ടർ ആക്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓപ്ഷൻ ഡി, ബാലൻസ്ഡ് ബഡ്ജറ്റ് ആക്ട് ആണ്. ഇത് 1997 വന്നിട്ടുള്ളതാണ്. മെയിനായിട്ട് ഫെഡറൽ ബഡ്ജറ്റിന് ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനാക്ട് ചെയ്തിട്ടുള്ളതാണ്.
സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹൈടെക് ആക്ട് ആണ് കറക്റ്റ്ലി ഈ ഒരു ഇവിടെ പറഞ്ഞിട്ടുള്ള മീനിങ് യൂസ് ഓഫ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. Question number 23. Most important components of a working compliance plan is option A, written policies and procedures, option B, a scheduled policy update, option C, a weekly committee meeting, and option D, a monthly action procedure. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് പ്രോപ്പർ കംപ്ലയൻസ് പ്ലാനിൻ്റെ വർക്കിങ്ങിനുള്ള ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് അല്ലെങ്കിൽ ഫാക്ടർ എന്താണ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ബിക്കോസ് ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് സെറ്റ് ഓഫ് റൂൾസ് കംപ്ലയൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസിനൊക്കെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ വരുന്നത്. ഓപ്ഷൻ ബി എ ഷെഡ്യൂൾഡ് പോളിസി അപ്ഡേറ്റ് ആണ്. വൈൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെങ്കിൽ പോലും ഒരു സെക്കൻഡറി കമ്പോണൻറ്റ് ടു എൻഷുർ കംപ്ലയൻസ് പ്ലാൻ ആയിട്ടേ നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, ഷെഡ്യൂൾഡ് പോളിസി അപ്ഡേറ്റ് ഒക്കെ പറയുമ്പോൾ. ഇനി ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ വീക്ക്ലി കമ്മിറ്റി മീറ്റിംഗ് ആണ്. ഇതും ഒരു യൂസ്ഫുൾ ഫാക്ടറാണ് ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റിവ്യൂയിങ് കംപ്ലയൻസ് പ്ലാൻ. പക്ഷേ ഇതൊരു ക്രിട്ടിക്കൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്രിട്ടിക്കൽ ആസ് റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു വീക്ക്ലി കമ്മിറ്റി മീറ്റിംഗ് നടന്നിട്ടില്ലെങ്കിലും ഈ ഒരു കംപ്ലയൻസ് പ്ലാൻ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യണമല്ലോ. ഇനി ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ മന്ത്ലി ആക്ഷൻ പ്രൊസീജിയർ ആണ്. ഈ വീക്ക്ലി മീറ്റിംഗ്സ് പോലെ തന്നെ മന്ത്ലി ആക്ഷൻ പ്രൊസീജിയേഴ്സും ഒരു പാർട്ട് ഓഫ് ദി കംപ്ലയൻസ് പ്ലാൻ ആണെങ്കിൽ പോലും ഇതും ഒരു ക്രിട്ടിക്കൽ പാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മന്ത്ലി ഇതിലെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു റിട്ടൺ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അതെല്ലാം നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. Question number 24. What is not a common reason Medicare may deny procedure or services? A, patient's condition. B, frequently proposed. Option C, covered service. Option D, experimental. So usually Medicare may deny procedures or services. Certain reasons വരുമ്പോൾ മെഡിക്കെയർ പ്രൊസീജിയേഴ്സിനെയും സർവീസസിനെയും ഒക്കെ ഡിനൈ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഇസ് നോട്ട് എ കോമൺ റീസൺ, കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്ത ഒരു റീസൺ വൈ മെഡിക്കെയർ മേ ഡിനൈ പ്രൊസീജിയേഴ്സ് ഓർ സർവീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മെഡിക്കെയർ ഡിനൈ ചെയ്യാനുള്ളത് കോമൺ അല്ലാത്തൊരു റീസൺ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് പേഷ്യൻസ് കണ്ടീഷൻ ആണ്. സോ ഇത് നോക്കുകയാണെങ്കിൽ മെഡിക്കെയർ മേ ഡിനൈ പ്രൊസീജിയേഴ്സ് ഓർ സർവീസ് ഇഫ് ഇറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ദാറ്റ് ദ പേഷ്യൻസ് കണ്ടീഷൻ ഡസ് നോട്ട് മീറ്റ് ദി മെഡിക്കൽ നെസസിറ്റി ക്രൈറ്റീരിയ. അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഒരു നെസസറി ആയിട്ടുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മെഡിക്കെയർ ആ ഒരു പ്രൊസീജിയറോ സർവീസോ ഡിനൈ ചെയ്യാറുണ്ട്. ആൻഡ് ദിസ് ഈസ് എ കോമൺ റീസൺ ഫോർ ഡിനൈൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ യൂഷ്വലി ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് മെഡിക്കെയർ പ്രൊസീജിയറോ സർവീസോ ഒക്കെ ഡിനൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഓപ്ഷൻ ബി നോക്കിയാൽ ഫ്രീക്വൻ്റ്ലി പ്രപ്പോസ്ഡ് ആണ്. അതായത് അൺനെസസറി അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ സർവീസസ് പറയുമ്പോൾ അതിനെയും ഡിനൈ ചെയ്യാറുണ്ട്. അതായത് ഒരു ലെസ് കോമൺ ആണെങ്കിൽ പോലും എന്താണ് ഇതൊരു ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനെ പ്രപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഒന്നും തരാതെ ഇരിക്കുകയാണെങ്കിൽ മെഡിക്കെയർ അത് ഡിനൈ ചെയ്യാറുണ്ട് സർവീസസ്. ഇനി ഓപ്ഷൻ സി കവേർഡ് സർവീസസ് ആണ്. Covered services is one that Medicare has already agreed to cover under its plan. ഓൾറെഡി കവർ ചെയ്യുമെന്ന് മെഡിക്കെയർ എഗ്രി ചെയ്തതായിരിക്കും. ബട്ട് ഇഫ് എ സർവീസ് ഇസ് കവേർഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിനൈഡ് ഓൺ ദിസ് ബേസിസ് അലോൺ. ഒരു കവേർഡ് സർവീസ് ആണെങ്കിൽ അത് കവേർഡ് ആണ് എന്നുള്ള പേരിൽ മാത്രം ഡിനൈ ചെയ്യാൻ പറ്റാറില്ല. സോ ഇതൊരു എന്താണ് കോമൺ റീസൺ ഫോർ ഡിനയൽ അല്ല. കവേർഡ് സർവീസൊന്നും അങ്ങനെ ഡിനൈ ചെയ്യാറില്ല. ഇനി എനി സിറ്റുവേഷനിൽ ഇതൊന്ന് ഡിനൈ ചെയ്യേണ്ടി വന്നാൽ കവേർഡ് ആയിട്ടുള്ള സർവീസ് ഡിനൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് നോട്ട് എ കോമൺ റീസൺ എന്ന് നമുക്ക് പറയാം. ഇനി ഓപ്ഷൻ ഡി എക്സ്പെരിമെൻ്റൽ ആണ്. മെഡിക്കെയർ ജനറലി ഡസ് നോട്ട് കവർ എക്സ്പെരിമെൻ്റൽ ഓർ ഇൻവെസ്റ്റിഗേഷണൽ ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സോ ഈ ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള സർവീസസ് ഒന്നും അങ്ങനെ മെഡിക്കെയർ കവർ ചെയ്യാറില്ല.
അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ കോമൺ റീസൺ ഫോർ ഡിനയലാണ്. സോ ഇവിടെ ഒരു കോമൺ അല്ലാത്ത നോട്ട് എ കോമൺ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി കവേർഡ് സർവീസസ് ആണ് വരുന്നത്. ബിക്കോസ് കവേർഡ് സർവീസസ് ഒന്നും അങ്ങനെ ഡിനൈ ചെയ്യാറില്ല. ബട്ട് എന്തെങ്കിലും ഒരു ഇൻഅപ്രോപ്രിയേറ്റ് സിറ്റുവേഷൻ നോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഇവർ ഡിനൈ ചെയ്യാറുണ്ട്. സോ അതൊരു കോമൺ റീസൺ അല്ല. ബാക്കി ഓപ്ഷൻ എ, ബി, ഡി ഒക്കെ പറയുന്നതെല്ലാം ഒരു കോമൺ ആയിട്ട് തന്നെ ഡിനയലിൽ ചാൻസ് ഉള്ള സിറ്റുവേഷൻസ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. Number 25, intentional billing of services not provided is considered as option A fraud, B negligent, C abuse and D inefficient. സോ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒരു പ്രൊവൈഡ് ചെയ്യാത്ത സർവീസിനെ ഇൻറ്റൻഷനലി ബില്ല് ചെയ്താൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക എന്നാണ്. ഓപ്ഷൻ എ ഫ്രോഡാണ്. ഫ്രോഡ് എന്ന് പറയുന്നത് ഇൻവോൾവ്സ് ഇൻറ്റൻഷനലി സബ്മിറ്റിംഗ് ഫോൾസ് ഇൻഫർമേഷൻ ആണ്. ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാത്ത ഒരു സർവീസിനെ ഇൻറ്റൻഷനലായിട്ട് ബില്ല് ചെയ്യുന്നതിന് ഫ്രോഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഓപ്ഷൻ ബി നെഗ്ലിജൻസ് ആണ്. നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ഫെയിലിയർ ടു എക്സസൈസ് ദ കെയർ ആണ്. അതായത് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് മനഃപൂർവ്വം അത്ര കെയർ ഇല്ലാതെ കൊടുക്കുന്നതിനെയാണ് നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. അത് ഇൻറ്റൻഷനൽ അല്ല, അവർ കെയർഫുൾ ആവാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു നെഗ്ലിജൻസ് വരുന്നത്. ഓപ്ഷൻ സി ഈസ് അബ്യൂസ്. അബ്യൂസ് എന്ന് പറയുന്നത് നെസസറി അല്ലാത്ത, അതായത് ഇൻറ്റൻഷനൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് അക്സെപ്റ്റഡ് മെഡിക്കൽ ഓർ ബിസിനസ് പ്രാക്ടീസസ് ആണ്. അൺനെസസറി കോസ്റ്റ് ഒക്കെ വരാനുള്ള ഒരു ചാൻസും ആണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു മിസ്മാനേജ്മെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇൻറ്റൻഷനൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻ്റ് ആണ്. ഇൻഎഫിഷ്യൻസി റിഫേഴ്സ് ടു ദി ലാക്ക് ഓഫ് ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. പ്രോപ്പർ യൂസ് അല്ലാതെ വരുമ്പോഴാണ് ഇൻഎഫിഷ്യൻസി വരുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫ്രോഡാണ്. ഫ്രോഡ് എന്ന് പറയുന്നതാണ് ഇൻറ്റൻഷനൽ ആയിട്ട് ഒരു പ്രൊവൈഡ് ചെയ്യാത്ത സർവീസിനെ ബില്ല് ചെയ്യുന്നതിനെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. What form is used to submit a provider's charge to the insurance carrier for a non-institutional service? Option A UB04, option B CMS 1500, ഓപ്ഷൻ സി പ്രൊവൈഡർ റീഇംബേഴ്സ്മെൻറ്റ് ഫോം, ഓപ്ഷൻ ഡി ABN. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആദ്യം ഡിസ്കസ് ചെയ്താണ്. അവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു പ്രൊവൈഡേഴ്സ് ചാർജ് ടു ദി ഇൻഷുറൻസ് ക്യാരിയറിന് സബ്മിറ്റ് ചെയ്യുന്ന ഫോം ഏതാണ് എന്നാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫോർ എ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസാണ്. ഒരു നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡറിൻ്റെ ചാർജ് സബ്മിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോം ഏതാണ് എന്നാണ്. ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ UB04 ആണ്. ഇതൊരു ഫോമാണ് വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് CMS 1450. ഇതിൽ മെയിനായിട്ടും ക്ലെയിംസ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊവൈഡേഴ്സിനുള്ളതാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസസിന് കൊടുക്കുന്ന സച്ച് ആസ് ഇൻ പേഷ്യൻ്റ് ഹോസ്പിറ്റൽ സ്റ്റേ, സർജറീസിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊവൈഡർ ചാർജിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് UB04 അല്ലെങ്കിൽ CMS 1450 എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി CMS 1500 ആണ്. ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ക്ലെയിം ഫോം ആണ് ഫോർ ഇൻഡിവിജ്വൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇപ്പോൾ ഡോക്ടേഴ്സ്, ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്സ്, തെറാപ്പിസ്റ്റ് അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസസിന്, ഇപ്പോൾ ഓഫീസ് വിസിറ്റ് ആവാം, ലാബ് ടെസ്റ്റ് ആവാം, അങ്ങനെയുള്ള ഔട്ട് പേഷ്യൻറ്റ് കെയറുകൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡേഴ്സിൻ്റെ ചാർജിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് CMS 1500 ആണ്. ഇനി ഓപ്ഷൻ സിയിൽ പറയുന്നത് പ്രൊവൈഡർ റീഇംബേഴ്സ്മെൻറ്റ് ഫോമാണ്. ഇതൊരു ജനറൽ ഫോമാണ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് പ്രൊവൈഡർ ചാർജ് ആണ്. ബട്ട് ഒരു നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കേസ് എന്നൊക്കെ ഇവിടെ എടുത്ത് പറയുമ്പോൾ അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ഉണ്ട് CMS 1500 എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ ഈ പ്രൊവൈഡർ റീഇംബേഴ്സ്മെൻറ്റ് ഫോം അല്ല യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത് പ്രൊവൈഡർ ചാർജിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ക്യാരിയറിന് സബ്മിറ്റ് ചെയ്യുന്ന ഫോം ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് പ്രൊവൈഡർ റീഇംബേഴ്സ്മെൻറ്റ് ഫോം കൊടുക്കാം, കാരണം അതിലെ ഓപ്ഷൻസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമായിരുന്നു. ബട്ട് ഇവിടെ
നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസ് ആണ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഉള്ള ഫോം ഉണ്ട്, അതാണ് CMS 1500. ഇനി ഓപ്ഷൻ ഡിയിൽ നോക്കിയാൽ അഡ്വാൻസ് ബെനിഫിഷ്യറി നോട്ടീസ് ആണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദിസ് ഇസ് നോട്ട് എ ഫോം യൂസ്ഡ് ടു സബ്മിറ്റ് ചാർജസ് ആണ്. ഇതിൽ മെയിനായിട്ടും പേഷ്യൻറ്റിന് ഒരു നോൺ കവേർഡ് ആയിട്ടുള്ള സർവീസിനെ പറ്റി ഇൻഫോം ചെയ്യുന്ന ഒരു നോട്ടീസാണ് ABN എന്ന് പറയുന്നത്. സോ ഇവിടെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസ്, അതായത് ഔട്ട് പേഷ്യൻറ്റ് സർവീസസിന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. സോ അവിടെ ഇൻഷുറൻസ് ക്യാരിയേഴ്സിന് പ്രൊവൈഡർ ചാർജ് സബ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം എന്ന് പറയുന്നത് CMS 1500 ആണ്. Next question number 27. AAPC credential coders have proven mastery of what information? Option A, code Z. Option B, evaluation and management principles. Option C, documentation guidelines. Option D, all of the above. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് AAPC ക്രിഡൻഷ്യൽ ഹോൾഡേഴ്സിന് ഏതൊക്കെ ഏരിയാസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രൂവൺ മാസ്റ്ററി ഓഫ് വാട്ട് ഇൻഫർമേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അമേരിക്കൻ അക്കാദമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് സെവറൽ കീ ഏരിയാസിലുള്ള നോളജാണ്. അതായത് ഈ ഒരു AAPCയുടെ അപ്രൂവലുള്ള കോഡർ എന്ന് പറയുമ്പോൾ ആൾക്ക് പല ഇൻഫർമേഷൻ, പല നോളജുകളും ഉണ്ടായിരിക്കണം. ഇവിടെ ഓപ്ഷൻ എ പറയുന്നത് കോഡ് Z ആണ്. കോഡ് Z എന്ന് പറയുന്നത് Z സീരീസിൽ അല്ലെങ്കിൽ Zൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോഡുകൾ വരുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടാവണം എന്നാണ്. ഓപ്ഷൻ ബിയിൽ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ്. സോ ഈ ഒരു പ്രിൻസിപ്പിൾസും ഒരു കോഡർ എന്നുള്ള രീതിയിൽ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസിനെ പറ്റിയിട്ട് അറിയുന്നതും അതുപോലെ തന്നെ ആക്യുറേറ്റ് കോഡിങ്ങിനും ബില്ലിങ്ങിനും ഒക്കെ അത് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് ആ ഒരു ഏരിയയിലുള്ള നോളജും ആവശ്യമാണ്. ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ഗൈഡ് ലൈൻ ആണ്. സോ ഒരു കോഡർ എന്ന് പറയുമ്പോൾ മാസ്റ്ററി ഓഫ് ഡോക്യുമെൻറ്റേഷൻ ഗൈഡ് ലൈൻ ഇസ് എസെൻഷ്യൽ ആണ്. പ്രോപ്പർ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈനിലുള്ള നോളജ് കൂടി വേണം. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ഇവിടെ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളും Z കോഡ്സ്, ഇവാലുവേഷൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ഡോക്യുമെൻറ്റേഷൻ ഗൈഡ് ലൈൻസും, ഈ 3 കാര്യങ്ങളിലും ഒരു പ്രൂവൺ മാസ്റ്ററി ഉണ്ടായിരിക്കണം ഒരു AAPC ക്രിഡൻഷ്യൽ കോഡറിന് വേണ്ടിയിട്ട്. കോഡറിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. Question number 28. The AAPC offers over 500 local chapters across the country for the purpose of Option A, membership dues. Option B, continuing education and networking. Option C, regulations and bylaws. Option D, financial management. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് AAPC ഒരു 500 ലോക്കൽ ചാപ്റ്റേഴ്സ് അക്രോസ് ദ കൺട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ മെയിൻ പേർപ്പസ് എന്താണെന്നാണ്. ഓപ്ഷൻ എ, മെമ്പർഷിപ്പ് ഡ്യൂസ് ആണ്. സോ മെമ്പർഷിപ്പ് ഡ്യൂസ് എന്ന് പറയുന്നത് ഫീസ് പെയ്ഡ് ടു ജോയിൻ ആൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും ലോക്കൽ ചാപ്റ്റേഴ്സ് ആണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിലും അവരുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു മെമ്പർഷിപ്പ് ഡ്യൂസ് ഒന്നും ആയിരിക്കില്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ആണ്. സോ ലോക്കൽ ചാപ്റ്റേഴ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് മെമ്പേഴ്സിനെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. സോ അവർ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ, ഇപ്പോൾ വെബിനാർസ് ആയാലും സെമിനാർസും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടും എങ്ങനെ ഈ മെമ്പേഴ്സിനെയൊക്കെ അതിൽ കണ്ടിന്യൂസ് എഡ്യൂക്കേഷനും ആ ഒരു നെറ്റ്വർക്കിങ്ങിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ മെയിനായിട്ട് കുറേ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി, റെഗുലേഷൻസ് ആൻഡ് ബൈലോസ് ആണ്. ഓൾദോ ഈ ഒരു ഓർഗനൈസേഷനൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻറ്റേർണൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണമെങ്കിലും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിനെ എൻഫോഴ്സ് ചെയ്യലൊന്നും അല്ല. ഓക്കെ, ലോക്കൽ ചാപ്റ്റേഴ്സ് ഈ ഒരു ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും മെമ്പേഴ്സിൻ്റെ മേൽ എൻഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഓർഗനൈസേഷണൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസൊക്കെ അവർ ഓവർസീ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് മാത്രം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു ഹയർ ഓർഗനൈസേഷൻ ലെവലിൽ അവർ ഈ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റിനെ മാത്രം മാനേജ് ചെയ്യാനായിട്ടൊന്നുമല്ല ലോക്കൽ ചാപ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് തന്നെയാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി.
Next question number 29. A covered entity may obtain consent of the individual to use or disclose PHI to carry out all but one of the following. Option A for public use, B payment, C treatment, option D healthcare operations. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കവേർഡ് എൻറ്റിറ്റീസിന് എപ്പോഴാണ് ഇൻഡിവിജ്വലിൻ്റെ കൺസെൻറ്റ് എടുക്കേണ്ടത് ടു യൂസ് ഓർ ഡിസ്ക്ലോസ് ദി പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ആണ്. ഒരാളുടെ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാനോ കവേർഡ് എൻറ്റിറ്റി എപ്പോഴാണ് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ കൺസെൻറ്റ് എടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓപ്ഷൻ എ ഫോർ പബ്ലിക് യൂസ് ആണ്. ഈ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷനൊന്നും അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാനോ പബ്ലിക്ലി യൂസ് ചെയ്യാനോ പാടില്ല. അല്ലാത്ത പക്ഷം അതൊരു ലീഗൽ റിക്വയർമെൻ്റ് ഒക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഓതറൈസേഷൻ കിട്ടിയാൽ മാത്രമേ അതിനൊരു പബ്ലിക് യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനോ ഡിസ്ക്ലോസ് ചെയ്യാനോ പാടുള്ളൂ. ഇനി ഓപ്ഷൻ ബി നോക്കിയാൽ പേയ്മെൻ്റ് ആണ്. കവേർഡ് എൻറ്റിറ്റീസിന് ഈ ഒരു പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷന് പേയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനോ ഡിസ്ക്ലോസ് ചെയ്യാനോ അലൗഡ് ആണ്. ഓപ്ഷൻ സി ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷന് ആരാണോ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ആളോട് മാത്രം വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ യൂസോ ഡിസ്ക്ലോസോ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് ആണ്. ക്വാളിറ്റി അസസ്മെൻറ്റിനും കേസ് മാനേജ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ഒരു പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷനെ യൂസ് ചെയ്യോ ഡിസ്ക്ലോസ് ചെയ്യോ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫോർ പബ്ലിക് യൂസ് ആണ്. പബ്ലിക് യൂസിന് എടുക്കുകയാണെങ്കിൽ ഒരാളുടെ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ കൺസെൻറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ലീഗൽ ഓതറൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് യൂസിലേക്ക് എടുക്കാൻ പാടുള്ളൂ. Next question number 30. Billed by providers in error that should not be paid for by Medicare. Option A fraud, B negligence, option C abuse and option D inefficient. So ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്രൊവൈഡർ എറർ ആയിട്ട് ബില്ല് ചെയ്തതുകൊണ്ട് തന്നെ മെഡിക്കെയർ അതിനൊരു പേയ്മെൻറ്റ് വേണ്ട അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടാത്ത സിറ്റുവേഷൻ എന്താ പറയുക എന്നാണ്. സോ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇൻറ്റൻഷനലി പ്രൊവൈഡ് ചെയ്യാത്ത സർവീസിന് ബില്ല് ചെയ്യുന്നതിന് നമ്മൾ ഫ്രോഡ് എന്നാണ് പറയുന്നത്. ഇവിടെ എറർ ബൈ മിസ്റ്റേക്ക് പ്രൊവൈഡർ ബില്ല് ചെയ്ത ഒരു കാര്യത്തെ മെഡിക്കെയർ പേ ചെയ്യാതിരിക്കുക എന്നുള്ള സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ഫ്രോഡ് ആണ്. അപ്പോൾ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷനലി ഫോൾസ് ക്ലെയിംസ് സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ നെഗ്ലിജൻസ് ആണ്. മെയിൻലി ഫെയിലിയർ ടു എക്സസൈസ് ആണ് ഇവിടെ പറയുന്നത്. ബട്ട് ആ ഒരു ഫെയിലിയർ കാരണം എറേഴ്സോ അല്ലെങ്കിൽ ഒമിഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അതൊരു ഇൻറ്റൻഷണൽ റോങ് ഡൂയിങ് അല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒരു കെയർലെസ് ആയിട്ടുള്ള അപ്രോച്ചാണ് നെഗ്ലിജൻസിൽ വരുന്നത്. ഓപ്ഷൻ സി അബ്യൂസ് എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ് വിത്ത് അക്സെപ്റ്റഡ് മെഡിക്കൽ ഓർ ബിസിനസ് പ്രാക്ടീസസ് ആൻഡ് റിസൾട്ട്സ് ഇൻ അൺനെസസറി കോസ്റ്റ് ടു ദി മെഡിക്കെയർ പ്രോഗ്രാം. അപ്പോൾ ഒരു മെഡിക്കെയർ പ്രോഗ്രാമിന് അൺനെസസറി ആയിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ കോസ്റ്റ് കൊടുക്കേണ്ടി വരിക എന്നുള്ള സിറ്റുവേഷനാണ് അബ്യൂസ് എന്ന് പറയുന്നത്. സോ ഇതും നമുക്കെന്താ ഒരു ഫ്രോഡുലൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എന്താണ് ഒരു സർവീസിന് ഇൻകൺസിസ്റ്റൻസി കാരണമോ അങ്ങനെയൊക്കെ മെഡിക്കെയറിനൊരു അൺനെസസറി കോസ്റ്റ് വരികയാണെങ്കിൽ അതിനെ അബ്യൂസ് എന്നാണ് പറയുക. ഓപ്ഷൻ ഡി ഇൻഎഫിഷ്യൻ്റ് ആണ്. ഇൻഎഫിഷ്യൻസി കാരണം വേസ്റ്റ്ഫുൾ യൂസ് ഓഫ് റിസോഴ്സസ് ആണ്. ബട്ട് ഇതൊരു ഇംപ്രോപ്പർ ബില്ലിംഗ് പ്രാക്ടീസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അബ്യൂസ് ആണ്. അബ്യൂസിലൂടെയാണ് മെഡിക്കെയറിന് ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് വരും. അത് ഒരു എറർ കാരണം പ്രൊവൈഡേഴ്സ് ഇൻ എറർ ആണ്. ബിൽഡ് ബൈ പ്രൊവൈഡേഴ്സ് ഇൻ എറർ ദാറ്റ് ഷുഡ് നോട്ട് ബി പെയ്ഡ് ഫോർ ബൈ മെഡിക്കെയർ. അതായത് ഒരു എറർ മിസ്റ്റേക്ക് കാരണം എക്സ്ട്രാ കോസ്റ്റ് വരികയാണെങ്കിൽ മെഡിക്കെയർ അത് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു സിറ്റുവേഷനെയാണ് അബ്യൂസ് എന്ന് പറയുന്നത്. സോ ഇൻ ബിറ്റ്വീൻ പറയാനുള്ളത് ഐ എം കണ്ടക്ടിങ് എ CPC പ്രിപ്പറേഷൻ ക്ലാസ്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ഇൻഡിവിജ്വൽ സെഷൻസ് ആണ് ഉണ്ടാവുക. ഡ്യൂറേഷൻ വരുന്നത് 15 days ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ഡു കോൺടാക്ട് മീ. എയ്തർ എനിക്ക് മെയിൽ ചെയ്യാം. medcoder0907@gmail.com ആണ് മെയിൽ ID വരുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യാം. മെഡിക്കൽ കോഡർ സർട്ടിഫൈഡ് ആണ് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വരുന്നത്. താങ്ക് യു.
ഓൾസോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ഓൾസോ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.